ആക്ടിവിറ്റി 17 ആണ്. ഇത് നമ്മൾ പഠിച്ച സ്റ്റോറി തന്നെയാണ്, പക്ഷെ ആ സ്റ്റോറി മൊത്തമായിട്ട് എഴുതാതെ ചുരുക്കി എഴുതുക. നിങ്ങളുടെ വാക്കിൽ ചുരുക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പിക്ചർ എടുത്തിട്ട് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പിക്ചർ. Dorothy, a little girl, lived in a small wooden house with her uncle and aunt. She has a pet dog named Toto. എന്താ പറയുന്നത്? ഡൊറോത്തി എന്ന് പേരുള്ള ഒരു കുട്ടി എവിടെയാണ് താമസിച്ചിരുന്നത്? ഒരു ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ അവളുടെ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും കൂടെ താമസിച്ചിരുന്നു. അവൾക്ക് ടോട്ടോ എന്ന് പേരുള്ള ഒരു ഡോഗ് ഉണ്ടായിരുന്നു, വളർത്തു നായ ഉണ്ടായിരുന്നു. ഓക്കെ, ലുക്ക് അറ്റ് ദ സെക്കൻഡ് പിക്ചർ. വൺ ഡേ there was a storm in Dorothy's village. ഡൊറോത്തിയുടെ വില്ലേജിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു. In that storm, ആ കൊടുങ്കാറ്റിൽ her house began to shake. അവരുടെ വീട് ആടി ഉലയാൻ തുടങ്ങി. The cupboard slipped down. കബോർഡൊക്കെ താഴേക്ക് വീഴാൻ തുടങ്ങി. The mirror on the wall fell down. എന്താ? ചുമരിൽ തൂക്കിയിരിക്കുന്ന കണ്ണാടി താഴേക്ക് വീണു. Broken into pieces. അത് പീസസ് ആയിട്ട് പൊട്ടി, അല്ലേ? കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. നെക്സ്റ്റ് പിക്ചർ. The storm lifted the house off the ground. സ്റ്റോം വീടിനെ ഉയർത്തി. ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഇൻ ദ ഹൗസ്. ആർക്ക്? ഡൊറോത്തിക്കും ടോട്ടോനും പുറത്തിറങ്ങാൻ പറ്റിയില്ല. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ്. വീട് പറക്കാൻ തുടങ്ങി. The next picture. The house landed in Munchkin land. The Munchkins are smaller than Dorothy but bigger than Toto. Dorothy's house fell on a wicked witch who had enslaved them. She died, so they were very happy. ഇവിടെ പറയുന്നത് ഡൊറോത്തിയുടെ വീട് ഫ്ലൈ ചെയ്തിട്ട് വന്ന് നിന്നത് ഒരു മഞ്ചിക്കൻ ലാൻഡിലായിരുന്നു. മഞ്ചിക്കൻ ലാൻഡ് പറഞ്ഞാൽ കുഞ്ഞൻ മനുഷ്യരുടെ നാട്. അപ്പോൾ അവർ മഞ്ചിക്കൻസ് ഡൊറോത്തിനെക്കാളും ചെറുതും ടോട്ടോനെക്കാളും വലുതുമായിരുന്നു. അതുമാത്രമല്ല, ഡൊറോത്തിയുടെ വീട് വന്ന് വീണത് ഒരു ദുഷ്ടയായ മന്ത്രവാദിനിയുടെ മുകളിലായിരുന്നു. ആരാണ് ആ മന്ത്രവാദിനി? അവർ ഈ മഞ്ചിക്കൻസിനെ അടിമകളായി വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ വീട് അവരുടെ മുകളിൽ വന്ന് വീണപ്പോൾ അവർ മരിച്ചു. അപ്പം മഞ്ചിക്കൻസിനെല്ലാം എന്തായി? സന്തോഷമായി. Next picture. Munchkins are expressed their happiness by dancing. Then they invited Dorothy to join them, but Dorothy told them that she wanted to go back to her village. The Munchkins told her that the Wizard of Oz could help her. മഞ്ചിക്കൻസ് ആ സന്തോഷത്തിൽ ഡാൻസ് ചെയ്തു. എന്നിട്ട് അവർ ഡൊറോത്തിയോട് തങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പം ഡൊറോത്തി പറഞ്ഞു, എനിക്ക് എൻ്റെ വില്ലേജിലേക്ക് തിരിച്ചു പോകണം. മഞ്ചിക്കൻസ് പറഞ്ഞു, നമുക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂല. ഹോക്സ് എന്ന മാന്ത്രികനുണ്ട്, അദ്ദേഹത്തിന് നിന്നെ സഹായിക്കാൻ പറ്റുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അവൾ അവിടത്തേക്ക് പോയി. ഇനി പിക്ചർ നമ്പർ 6 നോക്ക്. ഡൊറോത്തി വിസിറ്റഡ് ദ വിസാർഡ് ആൻഡ് റിക്വസ്റ്റഡ് ഹിം ടു ഹെൽപ്പ് ഹെർ ടു റീച്ച് ഹോം. പറയുന്നത് ഡൊറോത്തി ആ മാന്ത്രികനെ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് അപേക്ഷിച്ചു, തന്നെ വീട്ടിൽ തിരിച്ചെത്താൻ സഹായിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പിക്ചർ നമ്പർ 7. The wizard waved his magic wand. The house appeared. Dorothy and Toto got in. It began to fly. എന്താ പറയുന്നത്? വിസാർഡ് തൻ്റെ മാജിക് വടി വീശി. അപ്പോൾ എന്ത് ചെയ്തു? ആ വീട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഡോറോത്തിയും ടോട്ടോവും അതിൻ്റെ ഉള്ളിലെത്തി. അങ്ങനെ ആ വീട് വീണ്ടും പറക്കാൻ. Then the last picture. Finally, the house landed on her village. Uncle and aunt were happy to see them. Dorothy also became very happy. എന്താ പറയുന്നത്? അവസാനം ആ വീട് പറന്നിട്ട് അവരുടെ വില്ലേജിൽ തന്നെ എത്തിപ്പെട്ടു. അങ്കിളും ഓണ്ടും വളരെ ഹാപ്പിയായി അവരെ കണ്ടപ്പോൾ. ഡൊറോത്തി എന്തായി? ഭയങ്കര ഹാപ്പിയായി. കാരണം അവരുടെ വില്ലേജിൽ തന്നെ തിരിച്ചെത്തിയല്ലോ. അതിൻ്റെ സന്തോഷം ഡൊറോത്തിക്കും ഉണ്ടായിരുന്നു.